സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ ഒരു കാലത്താണ്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ലോകത്തുള്ള സകല അറിവുകളും ഒരൊറ്റ ലൈബ്രറിയിലുണ്ട് എന്ന് വിചാരിക്കുക. എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, എങ്ങനെ ഒരു പാട്ടുണ്ടാക്കാം, എങ്ങനെ ഈ ലോകം കീഴടക്കാം, ഇതിൻ്റെയൊക്കെ ബ്ലൂ പ്രിൻറ്റും മാപ്പും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ വിരൽ തുമ്പിൽ ഗൂഗിളും AI ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും നമ്മൾ എവിടെ എത്തുന്നില്ല. എന്താ അല്ലേ? അവസരങ്ങളുടെ കടലിൽ മുങ്ങിപ്പോയ അവസ്ഥയാണ്. ഈ സാധ്യതകളുടെ ഇടയിൽപ്പെട്ട് നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, ഇമെയിൽ നോക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും കയറി ഇൻസ്പിറേഷൻ തപ്പുന്നു, നോട്ട്ബുക്കിൽ വലിയ പ്ലാനുകൾ ചിലപ്പോൾ എഴുതി വയ്ക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ആകെ തളർന്നിട്ടുണ്ടാവും. ഒരു മാരത്തൺ ഓടിയ ക്ഷീണം. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ 1 സെൻറ്റിമീറ്റർ പോലും മുന്നോട്ട് പോയിട്ടുണ്ടാകില്ല. മുൻപും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഈ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് എത്ര കഷ്ടപ്പെട്ടാലും വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും എഫിഷ്യൻ്റായ ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മൾ ലാഗ് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞാൽ ഇതൊരു തരം അബദ്ധത്തിൽ പെട്ടുപോവുക എന്ന് പറയാം. അതായത് മോഷനും ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കിട്ടുന്നില്ല. ഒരു ആടുന്ന കസേര ആലോചിച്ച് നോക്കുക. അതെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, നല്ല സ്പീഡിൽ ആടും. പക്ഷെ അതെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. നമ്മളിൽ പലരും ആ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അത് ആടുന്നതിൻ്റെ വേഗതയാണ് ജീവിതത്തിൻ്റെ വേഗത എന്ന് സ്വയം വിശ്വസിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ചുറ്റും ഒന്ന് നോക്കി, വളരെ വലിയ ബുദ്ധിയൊന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, വലിയ ഡിഗ്രികളൊന്നും ഇല്ലാത്ത സാധാരണ ആൾക്കാർ. പക്ഷെ അവർ കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്തു തീർക്കും. അവർ ബിസിനസ് തുടങ്ങും, ഓടി ജയിക്കും, പുസ്തകങ്ങൾ എഴുതി തീർക്കും. അതേസമയം വലിയ പ്ലാനിങ്ങും തിയറിയും ഒക്കെ കൈവശമുള്ള ജീനിയസ് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ തോന്നുന്ന ആൾക്കാർ എപ്പോഴും ഏത് നല്ല കീബോർഡ് വാങ്ങണം എന്നതിനെപ്പറ്റി കുറേ നാൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ രണ്ട് കൂട്ടർക്കും ഇടയിലുള്ളൊരു ഫോഴ്സ് ഫീൽഡ് എന്താണ്? അത് ഭാഗ്യമല്ല, ടാലൻറ്റും അല്ല. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഓരോ ദിവസവും നടക്കുന്ന ചെറിയ ആഭ്യന്തരമായിട്ടുള്ള യുദ്ധമാണ്. നമ്മളൊരു വലിയ പണി തുടങ്ങാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അതൊരു റിപ്പോർട്ട് എഴുതുന്നതാകട്ടെ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതാകട്ടെ, ആ നിമിഷം നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു യുദ്ധകളം കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ പ്രധാനമായിട്ടും 2 ടീമുകളുണ്ട്. ഒന്ന് പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. ഇതിനെ നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ CEO എന്ന് വിളിക്കാം. ഈ വലിയ കക്ഷിക്ക് വിഷനുണ്ട്, ലോജിക്കുണ്ട്. ഈ പണി നിർത്തിയാൽ നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടും എന്ന് ഈ CEO പറയും. നമ്മളെ ഒരു ഹൈ പെർഫോമർ ആക്കാനാണ് ഈ ഭാഗം നോക്കുന്നത്. പരിണാമത്തിൽ മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഇത്രയും ഇൻ്റലിജൻ്റ് ആക്കുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ സാന്നിധ്യമാണ്. രണ്ടാമത്തേതാണ് ലിംബിക് സിസ്റ്റം. ഇതിനെ നമ്മൾ ലിസാർഡ് ബ്രെയിൻ എന്ന് വിളിക്കും. ഇത് പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്തുള്ള ബുദ്ധിയാണ്. ഇതിന് 2 കാര്യങ്ങളെ അറിയൂ. 1 സർവൈവൽ, 2 സുഖം. ഈ ലിസാർഡ് ബ്രെയിനിന് കഠിനമായ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വന്യമൃഗത്തെ കാണുന്ന പോലെയാണ്. അപ്പോൾ തന്നെ പേടിയും വേദനയും ഒക്കെ വരും. നമ്മളെ ആ വേദനയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് യഥാർത്ഥ സർവൈവൽ എന്ന് വിചാരിച്ചാണ് അത് നിരന്തരം പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ജോലി തുടങ്ങാനായിട്ട് ആലോചിക്കുമ്പോൾ ഈ ലിസാർഡ് ബ്രെയിനിൻ്റെ ഉള്ളിൽ അത് നിലവിളി തുടങ്ങും. അയ്യോ, ഇത് വേണ്ട, പേടിയാവുന്നു, ഇതിനേക്കാൾ നല്ലതായി യൂട്യൂബിലെ പൂച്ചക്കുട്ടികളുടെ വീഡിയോ കാണുന്നതല്ലേ. അത് സേഫാണ്, അത് സുഖമുള്ള പണിയാണ്. നമ്മൾ ആ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് ചെറിയൊരു ഡോപ്പമിൻ റിലീസാവും, ഒരു ചെറിയ ആശ്വാസം തോന്നും. പക്ഷേ അവിടെയാണ് പണി കിട്ടുന്നത്. ഈ ആശ്വാസം ഒരു ഡ്രഗ് പോലെയാണ്. പണി ചെയ്യാതിരിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖത്തിന് നമ്മുടെ തലച്ചോർ അടിമയാകും. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതൊരു ജോലിയും തുടങ്ങാനുള്ള ആദ്യത്തെ 60 സെക്കൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടമ്പ. ഇതിനെയാണ് ഗവേഷകർ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അത് സയൻസിലും ഉണ്ട്, നമ്മുടെ സ്വന്തം ബ്രെയിനിൻ്റെ കാര്യത്തിലും ഉണ്ട്. ഒരു തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ ആദ്യത്തെ തീപ്പൊരി വരാൻ ഒരു ചെറിയ പ്രഷർ കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഒരിക്കൽ നമ്മൾ ആക്ടിവേഷൻ എനർജി മറികടന്ന് പണി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കാര്യങ്ങൾ ഈസിയാണ്. അവിടെ വേറെ ചില കെമിക്കലുകളും പണി തുടങ്ങും. ഒരു പണി തീർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഗം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അവിടെ ചെറിയൊരു പാർട്ടി നടത്തും. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അപ്പോഴത് പുറത്തുവിടുക. അത് നാച്ചുറലി നമ്മളെ ഹൈ ആക്കും. ഇതിനെയാണ് വിന്നേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ ബ്രയൻ ട്രേസിയുടെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് സെല്ലർ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ടെക്സ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വായിച്ച് നോക്കുക. വളരെ ഉപയോഗപ്രദമാകുന്നൊരു ടെക്സ്റ്റാണ്. വിജയിക്കുന്നവർക്ക് പേടിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇവർക്ക് ഒരു ആക്ടിവേഷൻ എനർജി എങ്ങനെ ഹാക്ക് ചെയ്യണം എന്നറിയാം എന്നുള്ളത് കൊണ്ടാണ്. ആ ആദ്യത്തെ മടി എന്ന് പറയുന്നത് പണി നിർത്താനുള്ള സിഗ്നലല്ല, മറിച്ച് എൻജിൻ സ്റ്റാർട്ട് ആകുന്നതിൻ്റെ ഒരു ശബ്ദം മാത്രമാണെന്ന് അവർക്കറിയാം. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം വളരെയധികം നേരത്തെയാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാണ്. സാധാരണഗതിയിൽ ഈ സമയത്ത് ഞാൻ ഉറക്കം എണീറ്റിട്ട് ജിമ്മിൽ പോകുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നൊരു സമയമാണ്. പക്ഷേ ഇന്ന്
ഈ വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്കിത് ഷൂട്ട് ചെയ്തിട്ടേ പോകാൻ പറ്റൂ എന്നൊരു തോന്നലുണ്ടായി. കാരണം എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാമറയുടെ മുന്നിലിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു പറയുക എന്നുള്ളതാണ്. സോ ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്, എന്നോടൊപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി നമ്മുടെ ജീവിതത്തിൽ പരാജയത്തേക്കാൾ കൂടുതൽ സ്വപ്നങ്ങളെ കൊന്നു തള്ളിയ ഒരു കാര്യമുണ്ട്. അതിനെയാണ് ഞാൻ ആർക്കിടെക്ട് ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. എല്ലാം കറക്റ്റായി പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാം എന്ന് നമ്മൾ വിചാരിക്കും. നല്ല സമയം വരട്ടെ, നല്ല ലാപ്ടോപ്പ് വാങ്ങട്ടെ, നല്ല ക്യാമറ കിട്ടട്ടെ, ശരിക്കും പഠിച്ചിട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിവെക്കും. നമ്മൾ പലപ്പോഴും ആകാശത്തെ നക്ഷത്രങ്ങൾ നമുക്ക് വേണ്ടി അലൈൻ ചെയ്ത് വന്നിട്ട് നമ്മുടെ ഭാവി തെളിയുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള കുറച്ച് ഗ്യാസ് ഗോളങ്ങളാണ്. അവർക്ക് നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി ഒരു ചിന്തയുമില്ല. ഇതൊരു ചെറിയ കഥയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു സെറാമിക്സ് ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളെ 2 ഗ്രൂപ്പായി തിരിച്ചു. ഗ്രൂപ്പ് എയോട് പറഞ്ഞു, നിങ്ങൾ ആകെ ഒരു മൺപാത്രം ഉണ്ടാക്കിയാൽ മതി, പക്ഷേ അത് ലോകത്തിലെ ഏറ്റവും മികച്ച പാത്രമായിരിക്കണം. അതിന് നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ ഫുൾ ടൈം ഉണ്ട്. ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു, നിങ്ങൾ ക്വാളിറ്റി നോക്കണ്ട, ആര് ഏറ്റവും കൂടുതൽ പാത്രം ഉണ്ടാക്കുന്നോ അവർക്ക് എ ഗ്രേഡ്, അതായത് 50 കിലോ പാത്രം ഉണ്ടാക്കിയാൽ മതി, ഫുൾ മാർക്ക്. സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഏറ്റവും മനോഹരമായ പാത്രങ്ങൾ വന്നത് പെർഫെക്റ്റ് പാത്രം ഉണ്ടാക്കാനിരുന്ന ഗ്രൂപ്പ് എയിൽ നിന്നല്ല, മറിച്ച് ചാറ പാറ പാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പ് ബിയിൽ നിന്നാണ്. കാരണം സിമ്പിളാണ്, ഗ്രൂപ്പ് എ അപ്പോഴും തിയറി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ബി ആ സമയം കൊണ്ട് ഒരുപാട് തെറ്റ് വരുത്തി, മണ്ണുമായി മല്ലിട്ടു, പരാജയപ്പെട്ടു, വീണ്ടും ചെയ്തു. അങ്ങനെ അവർ കാര്യങ്ങൾ നേരിട്ട് പഠിച്ചു. ഇതിനെയാണ് ടാക്ടൈൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തു വരുന്ന ബുദ്ധി. നമ്മളെല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടി സമയം കളയുമ്പോൾ സത്യത്തിൽ നമ്മൾ പേടിക്കുകയാണ്. ആദ്യത്തെ ശ്രമം തന്നെ പാളിപ്പോകുമോ എന്നുള്ള പേടി. ഇതിനെയാണ് ലോ ഓഫ് കൊഗ്നിറ്റീവ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു പണിയെക്കുറിച്ച് എത്രയധികം ആലോചിക്കുന്നുവോ ആ പണി നിങ്ങളിൽ അത്രയധികം ഭാരമുള്ളതായി തോന്നും. ഒരു ഫോൺ കോൾ ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്താൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അത് 3 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാമെന്ന് ആലോചിച്ചാൽ ആ 3 മണിക്കൂർ കൊണ്ട് ആ ഫോൺ കോൾ ഹിമാലയ പർവ്വതത്തോളം വലുതാകും. നിങ്ങൾ ക്ഷീണിക്കുന്നത് പണിയെടുത്തിട്ടല്ല, മറിച്ച് പണിയെടുക്കുന്നതിനെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതിലൂടെയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു പുസ്തകം ഇൻസ്പയർഡാണ് ഞാനിത് പറഞ്ഞതെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരാം? വെറുതെ ഒരു ചിന്തകൻ എന്ന നിലയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്ന നിലയിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? പണ്ട് മാർക്ക് ട്വെയിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ജീവനുള്ള ഒരു തവളയെ തിന്നണമെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ രാവിലെ തന്നെ അങ്ങ് തിന്നുക. എന്നാൽ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം. കാരണം അന്നത്തെ ദിവസം ഇനി ഇതിലും മോശമായി ഒന്നും സംഭവിക്കാനില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ഈ ലിസ്റ്റിലുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന, നമുക്ക് ചെയ്യാൻ ഏറ്റവും മടി തോന്നുന്ന ഒരു പണിയാണ് നമ്മുടെ തവള. അത് തീർത്താൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളതിനെ പേടിച്ച് ഓടുകയാണ്. ഇവിടെ നമ്മൾ 2 നിയമങ്ങൾ ഓർക്കണം. ഒന്നാമത്തെ നിയമം, ഏറ്റവും അഗ്ലി ആയിട്ടുള്ള തവളയെ ആദ്യം തിന്നുക. അതായത് നമ്മുടെ കയ്യിൽ 2 തവളയുണ്ട് തിന്നാൻ, ഏറ്റവും തിന്നാൻ പാടുള്ള തവളയെ ആദ്യം തിന്നുക. കാരണം മിക്കവാറും ആൾക്കാർ ചെറിയ പണികൾ ചെയ്ത് ബിസിയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുകയും അതിലൂടെ സ്വയം പറ്റിക്കുകയും ചെയ്യും. രാവിലെ തന്നെ ഏറ്റവും കടുപ്പമുള്ള പണിയങ്ങ് തീർത്താൽ പിന്നെ ബാക്കി ദിവസം നമുക്ക് കിട്ടുന്ന എനർജി വേറെ ലെവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, ആ തവളയെ തിന്നാൻ വളരെയധികം പ്രയാസമുണ്ടെങ്കിൽ അതിനെ നോക്കി ഒരുപാട് നേരം ഇരിക്കരുത്. നിങ്ങൾക്ക് ആ തവളയെ തിന്നുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതായത് ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ചെയ്യാതെ വേറെ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ചുമ്മാ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. എത്ര നേരം നോക്കിയിരിക്കുന്നുവോ അത്രയും മടി കൂടും. അവിടെയാണ് നമ്മൾ 5 സെക്കൻഡ് റൂൾ ഉപയോഗിക്കേണ്ടത്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒട്ടും ആലോചിക്കാതെ 5 മുതൽ എണ്ണി തുടങ്ങുക, അപ്പോൾ തന്നെ ചാടി വീഴുക. നമ്മൾ വിജയിച്ച ആൾക്കാരെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിൽ പവർ ഉണ്ട് എന്ന് വിചാരിക്കും, അല്ലേ? സത്യം അതല്ല. അവർക്ക് വിൽ പവർ കൂടുതലല്ല, അവർ സ്വന്തം മനസ്സിനോട് സംസാരം കുറച്ചതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നുണ്ടോ എന്ന് അവർ സ്വയം ചോദിക്കാറില്ല. ആ ചോദ്യം അവിടെ വരുന്നില്ല. പകരം അലാം അടിച്ചാൽ ഉടനെ അവർ ചാടി എണീക്കും. നമ്മൾ ഒരു പണി തീർക്കാതെ മാറ്റിവെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിത്രയും ടെൻഷൻ തോന്നുന്നതെന്നറിയാമോ? അതിന് മനഃശാസ്ത്രത്തിലൊരു പേരുണ്ട്, സെയ്ഗാർനിക് എഫക്റ്റ്. ബ്ലൂമ സെയ്ഗാർനിക് എന്നൊരു സൈക്കോളജിസ്റ്റ് ഒരിക്കലൊരു കഫേയിലിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടുത്തെ വെയിറ്റർമാർക്ക് ഓരോ ടേബിളുകളുടെയും ഓർഡറുകൾ കൃത്യമായി ഓർമ്മയുണ്ട്. പക്ഷേ ആ ടേബിളിലെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോകും. നമ്മുടെ തലച്ചോറ് പകുതി വഴിയിൽ വെച്ച് നിർത്തിയ കാര്യങ്ങൾ മറക്കില്ല. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. ഇതിനെ നമുക്ക് ഓപ്പൺ ലൂപ്പ് എന്ന് വിളിക്കാം. നമ്മൾ ഒരു പണി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ടാപ്പ് തുറന്നു വെച്ച പോലെയാണ്. നമ്മുടെ മെൻ്റൽ എനർജി അതിലൂടെ ഇങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് ഞായറാഴ്ച വൈകുന്നേരം പോലും നമുക്ക് വല്ലാത്തൊരു നെഗറ്റീവ് മൂഡ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആ തവളയെ തിന്നുമ്പോൾ അല്ലെങ്കിൽ ആ വലിയ പണി തീർക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആ ടാപ്പ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലീഫ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫ്രീഡമാണ്. ഇന്നത്തെ കാലത്ത് മിക്ക കമ്പനികളിലും ഉള്ള പ്രശ്നം ഇതാണ്. അവർ പണി തീർക്കില്ല, പകരം മീറ്റിങ്ങുകൾ കൂട്ടി വയ്ക്കും, വലിയ പ്ലാൻ ഉണ്ടാക്കും. ഇതിനെയാണ് ആക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് പണിയെടുക്കുന്നു എന്നുള്ളിൽ തോന്നിപ്പിക്കുകയും എന്നാൽ റിസൾട്ട് ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക.
പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ തീർക്കുന്ന കാര്യങ്ങളിലാണ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനുകളിലല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഞാൻ പണ്ടേ മടിയനാണ്, അല്ലെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള കഴിവില്ല എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ തോന്നലാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്വഭാവം എന്നത് ഒരു മസിൽ പോലെയാണ്. എൻ്റെ JR സ്റ്റുഡിയോയിലെ എവല്യൂഷൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റു ജീവജാലങ്ങൾ ഏറെക്കുറെ ബ്രെയിനൊക്കെ വളർന്ന് അവരുടെ ജനറ്റിക്കൽ ബിഹേവിയർ സെറ്റ് ആയതിനു ശേഷമാണ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. നമ്മൾ ഏകദേശം ഒരു 20-25% ബ്രെയിൻ വളരുമ്പോൾ തന്നെ പുറത്തേക്ക് എക്സ്പെൽ ആകുന്ന രീതിയിലാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഗ്രോത്ത് ഏകദേശം 75% ചുറ്റുപാടുകളെ ആശ്രയിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസാണ്. ഒരു വർക്കൗട്ട് ചെയ്യുന്ന പോലെ നമുക്ക് പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെയാണ് സെൽഫ് പെർസെപ്ഷൻ തിയറി വരുന്നത്. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ്. നിങ്ങൾ എപ്പോഴും ഒരു ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിചാരിക്കും നിങ്ങളൊരു മടിയനാണ് എന്ന്. എന്നാൽ നിങ്ങൾ മടിയനാണെങ്കിലും നിർബന്ധിച്ചൊരു കടുപ്പമുള്ള പണി തീർത്താൽ നിങ്ങളുടെ മനസ്സ് തന്നെ അത് കാണും. എന്നിട്ട് അത് തന്നെ സ്വയം വിചാരിക്കും എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവും ഉണ്ട്. ഈ ഒരു തോന്നൽ വരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മാറും. ഒരിക്കൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. അത് നിങ്ങളുടെ ഒരു സ്വഭാവമായി മാറും. ലോകത്തെ മാറ്റിമറിച്ചവരൊന്നും എല്ലാം തികഞ്ഞവരല്ല. അവർക്കും പേടിയുണ്ടായിരുന്നു, അവർക്കും മടിയുണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, എനിക്ക് ചെയ്യാനുണ്ട്, ഞാൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നില്ലേ? നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇപ്പോൾ നല്ല ഉന്മേഷം തരുന്ന രീതിയിൽ നിങ്ങളെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ തകർക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർത്തു വെച്ചോ, അറിവ് എന്നത് ആക്ഷൻ അല്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു മൂലയിൽ ഒരു തവള ഇരിപ്പുണ്ട്. അത് ഏതാണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ആ ഒരു കാര്യം, അത് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ ചെറിയൊരു ആന്തൽ ഉണ്ടാകുന്നുണ്ടോ? ആ ആന്തലാണ് നിങ്ങളുടെ സിഗ്നൽ. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഓപ്ഷനുകളുണ്ട്, പക്ഷേ സമയം വളരെ കുറവാണ്. ഓരോ നിമിഷവും നമ്മൾ ആ തവളയെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ലോകത്തിലെ വലിയ വലിയ ബുദ്ധിമാന്മാരെയും വിജയികളെയും ഒരുപോലെ അലട്ടുന്ന ആ ചോദ്യം. ഇന്ന് ഈ കടുപ്പമുള്ള പണി ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നാളെ വേറെ ഏതോ ഒരാൾ വന്നിട്ട് ഇത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നാളത്തെ നിങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ നിങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു മാറ്റമുണ്ട്. നാളെ നിങ്ങളുടെ കയ്യിൽ സമയം കുറവായിരിക്കും, സങ്കടം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇനി ആലോചിച്ച് നിൽക്കണ്ട, പ്ലാനിങ് മതിയാക്കണം. ആ ലിസ്റ്റ് ഒന്ന് എടുക്കുക, അതിലേറ്റവും വലിയ തവളയങ്ങ് എടുത്തോ. റെഡിയല്ലേ? എന്നാൽ പിന്നെ തുടങ്ങിക്കോ. ഒരു ചെറിയ സ്റ്റെപ്പ് അത് മതി, ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ വന്നോളും. ഓൾ ദ ബെസ്റ്റ്. കൂടാതെ ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന, നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കോഴ്സാണിത്. അതുമാത്രമല്ല ഹൗ ടു ബിൽഡ് എ സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടും ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. പുതിയ പുതിയ ടോപ്പിക്കുകൾ സജസ്റ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ